നല്ല സുഹൃത്തുക്കൾ എപ്പോഴും ബന്ധം ഊഷ്മളമായിക്കൊള്ളുന്നില്ല. ചില വേളകളിൽ അവർ അടികൂടും. എന്നാൽ ആ അടികൂടിയതിന് ശേഷം പിന്നീട് മുമ്പുണ്ടായതിലും കൂടുതലുള്ള നല്ല ബന്ധവുമായിട്ടായിരിക്കും അവർ വീണ്ടും സൗഹൃദം പുതുക്കുക. അത്തരത്തിലുള്ളൊരു കാര്യമാണ് ഈ ഒരു കഴിഞ്ഞ 5-8 മാസത്തിൽ ആയിട്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു പടിപടിയായിട്ട് വളർന്നു വരുന്ന ഒരു ബന്ധമായിരുന്നു. അത് 90കളിൽ ഈ നരസിംഹറാവു ഭരണകാലത്ത് ഇന്ത്യയുമായിട്ട് ബിൽ ക്ലിൻ്റൺ ഉണ്ടായിരുന്നു ആയിട്ട് ചേർന്നുണ്ടാക്കിയ ബന്ധം അവിടെ നിന്ന് താഴ്ചയും വീണും ഇതൊക്കെയാണ് ഇത് വളർന്നു വന്നത്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും, അതായത് ഇതിനിടയിൽ ട്രംപ് വന്നപ്പോൾ താരിഫ് യുദ്ധം വരികയും ട്രംപും മോഡിയും തമ്മിൽ ഭയങ്കര തല്ലാണെന്നുള്ളൊരു വാർത്തകൾ വരികയും അതിനുശേഷം 2 ആഴ്ച മുമ്പ് മലേഷ്യയിലെ ക്വാലാലംപൂർ വെച്ചിട്ട് ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗും ഒപ്പം തന്നെ ഈ അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി പീറ്റ്സ് ഹെഗ്സത്തും കൂടിയിട്ട് ഒരു മിലിറ്ററി ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവർ 10 കൊല്ലത്തൊരു മിലിറ്ററി ഇന്റർ ഓപ്പറേറ്റബിലിറ്റി ഇത് സ്ട്രാറ്റജിക് പാർട്ട്ണർ എന്നാണ് പണ്ട് ഇപ്പോഴും ഇന്ത്യയെ വിളിച്ചിരുന്നത്. അത് എത്രയൊക്കെ ഇവർ രാഷ്ട്രീയമായിട്ട് അത് ചൈനയ്ക്ക് കൗണ്ടർ അടിക്കാനല്ല ഇന്ത്യ അമേരിക്കൻ ചേർന്നെന്നൊക്കെ പറഞ്ഞാലും ശക്തമായിട്ടും സൗത്ത് ചൈന സീയിലും ഒപ്പം തന്നെ ഇങ്ങോട്ട് ബേ ഓഫ് ബംഗാളിലും ഒക്കെ ചൈനയുടെ അധിനിവേശ താല്പര്യങ്ങൾക്ക് എതിരായിട്ടാണ് ഇന്ത്യ അമേരിക്ക ബന്ധം നിലനിൽക്കുന്നത്. ഒരു കാര്യം, അമേരിക്ക ആധുനിക ലോകത്തെ ഏറ്റവും പഴയ ജനാധിപത്യ രാജ്യവും ഇന്ത്യ ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യം, ഏറ്റവും പഴയതും ഏറ്റവും വലിയതുമായിട്ടുള്ള സംസ്കാരങ്ങളുടെ ഒരു കൂടിച്ചേരലാണ് നമ്മൾ കാണുന്നത്. അതിന് ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് ഉണ്ട്, എക്കണോമിക് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. എക്കണോമിക് പാർട്ട്ണർഷിപ്പിൽ പ്രശ്നങ്ങൾ കുറച്ചൊക്കെ ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ്, ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ പലരും അതിനെ താഴെ വന്ന് കമൻ്റൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, അത് ശരിയല്ല ട്രംപ്. പക്ഷേ സത്യമായിട്ടും ട്രംപ് താഴേക്ക് വന്ന് ഈ ഒരു ബന്ധത്തിനെ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് SCO സമ്മിറ്റിന് നരേന്ദ്രമോദി പോയ സമയത്ത് തന്നെ മാർക്കോ റൂബിയോ, ഇന്ത്യൻ അമേരിക്കൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് വന്നിട്ട് ആ സ്റ്റേറ്റ് ഇതിൽ ഇന്ത്യയുമായിട്ട് വീണ്ടും ബന്ധം പുതുക്കുന്നതിനും നല്ല ബന്ധത്തിലേക്ക് ആകുന്നതിനും പറ്റി ഞങ്ങൾ വ്യക്തമായിട്ടും നോക്കി കാണുന്നു. ഇനി വരുന്ന ചർച്ചകളെ പറ്റിയൊക്കെയാണ് അദ്ദേഹം പ്രതിപാദിച്ചത്. അതിനുശേഷമാണ് ഈ ഡിഫൻസ് കോർപ്പറേഷനിൽ പങ്കുചേരുകയും ഒപ്പം തന്നെ ഇന്നലെ ബാംഗ്ലൂർ കെമ്പഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ടിൽ അമേരിക്കയുടെ B-1B ലാൻസർ എന്നൊരു വിമാനം വന്നിറങ്ങി. അത് ഒരു ഇന്റർ ഓപ്പറേറ്റബിലിറ്റി, അതായത് ചൈനയുമായിട്ടൊരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഈ B-1B ലാൻസർ അത് നമ്മുടെ ഏകദേശം B-2 ബോംബർ പോലെ, B-2 സ്പിരിറ്റ്, പിന്നെ B-52 സ്ട്രാറ്റോ ഫോർട്രസ്, ഇതാണ് നമ്മൾ ആ പക്ഷി പോലെ പരന്നിരിക്കുന്ന B-2 സ്പിരിറ്റ് ആണ്. ഒരു പരുന്ത് പോലെ പരന്നിരിക്കുന്ന ആ ഒരു യുദ്ധവിമാനം. അതിൻ്റെ പ്രത്യേകത അതിൽ ടണ്ണ് കണക്കിന് ബോംബുകൾ കയറ്റിയിട്ട് അതിനോടൊപ്പം തന്നെ പല രാജ്യങ്ങളിൽ നിന്നും, നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്കയിൽ നിന്നാണ് അത് പറന്നുയർന്നത്. എത്രയോ മൈലുകൾ ദൂരെയുള്ള ഇറാനിലെ ഫോർദാം ബേസ് അടിക്കുന്നതിന് വേണ്ടി പോകുമ്പോൾ അതിൻ്റെ പല രാജ്യങ്ങളും യൂറോപ്പിലും അതിൻ്റെ പിന്നിലായിട്ട് അതിൻ്റെ റീഫ്യൂവലിംഗ് KC-135 എന്ന ഫ്ലൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് എണ്ണ അടിച്ചുകൊണ്ടിരിക്കാനായിട്ട് ഒരു ഫ്ലൈറ്റ് കയറുന്നു, എണ്ണ അടിക്കുന്നു, കുറേ ദൂരം പോകുന്നു, KC-135 അവിടെ പോകുന്നു, പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ വരുന്നു. അവിടെ ഈ കുവൈറ്റിൽ നിന്നും ഖത്തറിൽ നിന്നും ഒക്കെയുള്ള KC-135 വന്നിട്ട് റീഫ്യൂവലിംഗ്, അതിന് ലോകം മുഴുവനും പറന്ന് നടക്കാം, പക്ഷെ അതിന്റെ റീഫ്യൂവലിംഗ് ചെയ്തുകൊണ്ടിരിക്കണം, പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കണം. അത് എയറിൽ വെച്ച് ലാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, എയറിൽ വെച്ച് ഫില്ല് ചെയ്യുക. അപ്പൊ ഈ B-1B ലാൻസർ വന്നിരിക്കുന്നത് ഇവിടെ സുക്കോയ്, ഇന്ത്യയുടെ റഷ്യൻ നിർമ്മിത വിമാനങ്ങൾ സുക്കോയ് 30, സുക്കോയ് 57 കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുള്ളൂ. സുക്കോയ് 30 MKI ആണ് ഇന്ത്യയുടെ ഇന്നുള്ളതിൽ വലിയൊരു കൂട്ടം. പിന്നെ റാഫേൽ ഉണ്ട്, പിന്നെ മിറാജ് 2000 ഉണ്ട്. അപ്പൊ ഇതുമായിട്ടുള്ള ഇന്റർ ഓപ്പറേറ്റബിലിറ്റി, അതായത് ഞാൻ ഈ വിമാനം കടന്നു പോകുന്ന സമയത്ത് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് തായ്വാനെ ചൈന അടിക്കുന്ന സമയത്ത്
തായ്വാൻ ചൈനയുടെ തെക്ക് ഭാഗത്ത് കിടക്കുന്ന ഒരു ദ്വീപാണ്. ഇതിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അമേരിക്ക പണ്ട് മുതലേ എടുത്തിരിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ്. അപ്പൊ അതിന്റെ സംരക്ഷിക്കുന്ന ഭാഗമായിട്ട് അതിന്റെ പിന്നിലായിട്ട് ഫിലിപ്പീൻസിലും മാർഷൽ ഐലൻഡ്സിലും ഗുവാമിലും ഇവിടെ ഹവായി വരെയുള്ള ദ്വീപുകളിലും മിലിറ്ററി ഇത് ചെയ്ത് വെച്ച് സുസജ്ജമായി നിൽക്കുന്നത്. അപ്പൊ ചൈനയിലേക്ക് ഇടിച്ചു കയറണമെങ്കിൽ ഈ B2 സ്പിരിറ്റ് ബോംബ് പരന്നിരിക്കുന്ന സാധനം പോകുമ്പോൾ ചൈനയുടെ ഇതുകൾ ഉണ്ടാവും, ഡിഫൻസ് ഉണ്ടാവും. ചൈനയിൽ നിന്ന് ഇവിടുന്ന് ആക്രമണങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതിനെ തുരന്ന് അതിന്റെ എയർ സ്പേസിലേക്ക് കടക്കണമെങ്കിൽ F-35ഉം F-22 റാപ്റ്റർ പോലെയുള്ള യുദ്ധവിമാനങ്ങളെ ആണ് ഇതിന് ഒരു എസ്കോർട്ടായിട്ട് പോവുക. അതുപോലെ ഈ B-1B ലാൻസർ എന്ന വിമാനം ഇവിടെ നിന്നും, അതായത് അങ്ങനെ ഒരു ആക്രമണം അവിടെ തെക്ക് ചൈന സീല് നടക്കുമ്പോൾ ഇവിടെ ഇന്ത്യയിൽ നിന്നും ഒരു ആക്രമണം ബേ ഓഫ് ബംഗാൾ വഴിയോ അതല്ലെങ്കിൽ അരുണാചൽ പ്രദേശ് പോലെയുള്ള ആ മേഖലകളിൽ ഇപ്പോൾ ഡിഫൻസ് കണ്ടമാനം ഇതുകളാണ് നടക്കുന്നത്. അപ്പോൾ ഈ B-1Bക്ക് പ്രൊട്ടക്ഷനായിട്ട് ഇത് ഒരു പക്ഷേ സുഖോയ് 30 MK ആയി പോകാൻ പറ്റുമോ, അതല്ലെങ്കിൽ അതിന് എസ്കോർട്ടായിട്ട് പോകാൻ പറ്റുന്ന വിമാനങ്ങൾ, അതിൻ്റെ ഇന്റർ ഓപ്പറേബിലിറ്റിയും ഒപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഇതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ബാംഗ്ലൂര് ഒരു ഇത് നടക്കുന്നത്, എയർ ഇത് നടക്കുന്നത്. അതായത് അമേരിക്കൻ എയർഫോഴ്സും ഇന്ത്യൻ എയർഫോഴ്സുമായിട്ട് ഒരു സംയുക്ത സേനാ അഭ്യാസം നടക്കാണ്. കാരണം ആ യുദ്ധത്തിന്റെ ദിവസം നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല. ആ യുദ്ധം വരുന്നതിന് മുമ്പ് ആലോചിക്കുന്നതിന്റെ ആ ഒരു ട്രെയിനിങ് ആണ്, അഭ്യാസമാണ് ഇവിടെ ബാംഗ്ലൂർ നടന്നത്. അത് നമ്മൾ വേറെ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ ഇപ്പൊ തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ട് കച്ച്, റാൻ ഓഫ് കച്ച്, അവിടെ ഗുജറാത്തിലൊരു വലിയൊരു സന്നാഹം നടത്തിയിരുന്നു. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടുള്ള ട്രെയിനിങ്ങുകളാണ് ഇത് നടന്നത്. അപ്പൊ നല്ല സുഹൃത്തുക്കൾ ചിലപ്പോൾ തല്ലുകൂടുന്നതിനുള്ളൊരു തല്ലുകൂടിയാലും വീണ്ടും കൂട്ടുകെട്ടാകുമെന്നുള്ള ഉദാഹരണമാണ് ഇപ്പൊ വീണ്ടും ആ ഡിഫൻസ് കോർപ്പറേഷൻ പീറ്റ് ഹെഗ്സെത്തും രാജ്നാഥ് സിംഗും ഒപ്പിട്ടിരിക്കുന്നതും. ഒപ്പം തന്നെ ഇത് ചൈനയ്ക്കുള്ളൊരു വലിയൊരു താക്കീത് പോലെയാണ് ഇപ്പൊ ഈ B-1B ലാൻസർ വന്ന് ഇറങ്ങിയിരിക്കുകയാണ് കെമ്പഗൌഡ. ഇതിനെപ്പറ്റി ഒട്ടനവധി സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ എല്ലാവരും വളരെയധികം വലിയ വിഷയമായിട്ട് പ്രതിപാദിച്ച് വലിയൊരു ഇതായിട്ടാണ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളും ഈ വീഡിയോസൊക്കെ വരുന്നത്. നമുക്ക് കെമ്പഗൌഡ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇറങ്ങുന്നതിനെ പറ്റിയുള്ള വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. ഒപ്പം നമ്മൾ ഇതിനോടൊപ്പം ഞാനൊരു ചരിത്രപരമായിട്ടുള്ള ഇതിലൊരു കാര്യം, ഇത് ഇന്നൊന്നും തുടങ്ങിയതല്ല. എ.കെ. ആന്റണി പ്രതിരോധ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇത് പറയപ്പെടുന്നത് തത്വത്തിൽ അംഗീകരിച്ചിരിക്കുന്ന കാര്യമാണെന്ന് പറയുന്നത്. പെട്ടെന്നൊരു യുദ്ധ സാഹചര്യം വന്നു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അന്ന് തിരുവനന്തപുരം എയർപോർട്ട് ഓപ്പറേഷനിലാക്കി കൊടുക്കാമെന്ന് രഹസ്യധാരണ എ.കെ. ആന്റണി അന്നത്തെ ഡിഫൻസ് മിനിസ്റ്ററും അമേരിക്കയുമായിട്ട് ഉണ്ടെന്നാണ്. അന്ന് റോബർട്ട് ഗേറ്റ്സ് ആയിരുന്നു അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി. അപ്പൊ അങ്ങനെ ഒരു ധാരണ അന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ തിരുവനന്തപുരം, അത് ചിലപ്പോൾ ആ യുദ്ധം തുടങ്ങുന്ന സമയത്തായിരിക്കും നമ്മളറിയുള്ളൂ അങ്ങനെയുള്ള ഉള്ളിലുള്ള ഒരു ധാരണയുണ്ടെങ്കിൽ. കാരണം ഇത് പറഞ്ഞത് ഒരു അമേരിക്കൻ ജനറലാണ്, ഇന്ത്യൻ സർക്കാർ അത് നിഷേധിച്ചില്ല. ഒപ്പം തന്നെ നോർത്ത് ഈസ്റ്റിലും അങ്ങനെ ഒരു ബേസ്, ചൈനയായിട്ട് പെട്ടെന്ന് ഒരു എമർജൻസി സാഹചര്യം വന്നാൽ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി ഉള്ളൊരു തയ്യാറെടുപ്പ് എന്ന നിലയിൽ തിരുവനന്തപുരം എയർപോർട്ടും നോർത്ത് ഈസ്റ്റിലെ ഏതാ എയർപോർട്ടും ഞാൻ ഓർക്കുന്നില്ല, അവിടെയും ഒരു റൺവേ മാത്രം മതി അവർക്ക് ലാൻഡ് ചെയ്ത് റീഫ്യൂൽ അത് ഇതൊക്കെ ചെയ്യാനതിന് വേണ്ടിയിട്ട് കൊടുക്കാമെന്ന് ധാരണയുണ്ടെന്ന് അന്ന് ആളിൽ പറയപ്പെട്ടിരുന്നു. പക്ഷെ ഇന്ന് ഇപ്പൊ B-1B ലാൻസർ ഇവിടെ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അത് ഭയങ്കര ശക്തിയുള്ളൊരു ബോംബിംഗ് വിമാനമാണ്. അപ്പൊ അതിന്റെ അഭ്യാസങ്ങളാണ് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ബാംഗ്ലൂർ കാണാൻ പോകുന്നത്.